Dear students, today our topic is about the cycle with the superheated vapor after compression. Here we discuss the vapor compression refrigeration cycle with superheated vapor refrigerant after compression. It means the exit of the compressor, the condition of the refrigerant is superheated vapor. So, here the compressor outlet is superheated refrigerant vapor, that's 100% vapor, and the compressor inlet is dry saturated refrigerant vapor. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മൾ ഇവിടെ കംപ്രസറിൻ്റെ ഇൻലെറ്റ് ഡ്രൈ സാറ്റുറേറ്റഡ് റെഫ്രിജറൻറ്റ് വേപ്പർ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ 3 കേസസ് ഉണ്ട്. അതായത് നമുക്ക് കംപ്രസറിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് റെഫ്രിജറൻറ്റ് വേപ്പറാണ്. കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ 3 കണ്ടീഷൻസ് ആകാം. ഒന്നുകിൽ അത് വെറ്റ് വേപ്പർ ആകാം, അല്ലെങ്കിൽ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ ആകാം, അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആകാം. സോ ദ ഇൻലെറ്റ് കണ്ടീഷൻ ഓഫ് ദ refrigerant to the compressor may be a wet vapor or dry saturated vapor or superheated vapor. Here we discuss dry saturated vapor as inlet to the compressor. അതായത് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ ആണെന്ന് മാത്രം. ബട്ട് ഓർത്ത് വെക്കുക, ഒരു ക്വസ്റ്റ്യനിൽ പറയുകയാണ് കംപ്രസറിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇൻലെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡ്രൈ സാറ്റുറേറ്റഡ് റെഫ്രിജറൻറ്റ് വേപ്പറാണ് എന്ന്. ഇൻലെറ്റിൽ വെറ്റ് വേപ്പർ ആകാം, ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ ആകാം, ഓർ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആകാം. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഈ ഒരു കേസിൽ ഇവിടെ നമ്മൾ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ എക്സാമ്പിളായിട്ട് എടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇനി ലെറ്റ്സ് സീ ദ TS ആൻഡ് PH ഡയഗ്രാംസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ PH ഡയഗ്രാം നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ കംപ്രസറിലെ പ്രോസസ്സാണ് 1 to 2, അതിനുശേഷം കണ്ടൻസറിലെ പ്രോസസ്സാണ് 2 to 3, ദെൻ അഗെയിൻ എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഡിവൈസിലെ പ്രോസസ്സാണ് പ്രോസസ് 3 to 4, ദെൻ ലാസ്റ്റ് ഇവാപ്പറേറ്ററിലെ പ്രോസസ്സാണ് പ്രോസസ് 4 to 1. അതുതന്നെയാണ് TS ഡയഗ്രത്തിലും 1, 2, 3, 4 കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോസസ് 1 to 2 നോക്കാം. കംപ്രഷൻ പ്രോസസ്. അപ്പോൾ ഹിയർ ദ കംപ്രസർ കംപ്രസസ് ഐസെൻട്രോപിക്കലി ഫ്രം ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ കണ്ടീഷൻ ടു ദ സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റ് കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, ഇവിടെ നമ്മൾ 0.1 ഡ്രൈ സാറ്റുറേറ്റഡ് എക്സാമ്പിളായിട്ട് എടുത്തു. ഈ 1 എന്ന് പറയുന്നത് വെറ്റ് വേപ്പർ ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ ആകാം, അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റ് ആകാം. അപ്പം മനസ്സിൽ ഓർത്ത് വെക്കുക, 0.2 കംപ്രസറിൻ്റെ എക്സിറ്റ് സൂപ്പർ ഹീറ്റ് ആണെന്ന് പറഞ്ഞ് കംപ്രസറിൻ്റെ ഇൻലെറ്റ് വെറ്റ് ഡ്രൈ സാറ്റുറേറ്റഡ് ഓർ സൂപ്പർ ഹീറ്റ് ആകാം. അപ്പോൾ ഇവിടെ കംപ്രസറിൻ്റെ ഇൻലെറ്റ് നമ്മൾ ഡ്രൈ സാറ്റുറേറ്റഡ് എടുത്തു. സോ കംപ്രസറിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റ് ആണ്, അത് 0.2 ആണ്. ഇനി ഈ 1 to 2 പ്രോസസ്സിൽ പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നു, നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ കാണുന്ന പോലെ 1 to 2 പ്രോസസ്സിൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ TS ഡയഗ്രത്തിൽ അതൊരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഇനി അപ്പോൾ 1 to 2 കംപ്രസർ ചെയ്യുന്ന കാര്യം, ഈ ഇവാപ്പറേറ്റർ പ്രഷർ എന്ന് പറയുന്ന ഈ ഒരു പ്രഷറിൽ നിന്ന് കണ്ടൻസർ പ്രഷർ എന്ന് പറയുന്ന ഈ ഹൈ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യുന്നു റെഫ്രിജറൻറ്റിനെ. ഇപ്പോൾ നമ്മുടെ കംപ്രസറിൻ്റെ എക്സിറ്റിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. ഇനി ഈ സൂപ്പർ ഹീറ്റഡ് വേപ്പർ അടുത്ത പ്രോസസ് 2 to 3 ആണ്. 2 to 3 എന്ന് പറയുന്നത് കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റ് കംപ്രസറിൻ്റെ എക്സിറ്റ് ആണ്. ഇതേ എക്സിറ്റിലാണ്, ഇതേ കണ്ടീഷനിലുള്ള റെഫ്രിജറൻ്റ് ആണ് ദെൻ കണ്ടൻസറിലേക്ക് എൻ്റർ ചെയ്യുക. സോ 0.2 എന്ന് പറയുന്നത് കംപ്രസറിൻ്റെ എക്സിറ്റും അതുപോലെ തന്നെ കണ്ടൻസറിൻ്റെ ഇൻലെറ്റുമാണ്. ഇനി കണ്ടൻസർ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം, പേര് പോലെ തന്നെ കണ്ടൻസർ കണ്ടൻസ് ചെയ്യുന്നു. കണ്ടൻസ് ദ റെഫ്രിജറൻറ്റ് ഫ്രം വേപ്പർ ടു ലിക്വിഡ്. അപ്പോൾ കണ്ടൻസർ 0.2 ആ സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റിനെ 0.3 എന്ന
ഡ്രൈ സാറ്റുറേറ്റഡ് ലിക്വിഡ് എന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോയിന്റ് 2 നിന്ന് 3 എത്താൻ പോയിന്റ് 2 നിന്ന് ആദ്യം 2' എന്ന് പറയുന്ന കണ്ടീഷനിൽ എത്തണം. അതായത് 2' കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. ദെൻ പോയിന്റ് 2' നിന്ന് പോയിന്റ് 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തണം. ഇപ്പം ഇവിടെ നമ്മൾ 2 ഹീറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. 2 നിന്ന് 2' എത്താൻ കണ്ടൻസർ റിമൂവ് ചെയ്യുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. അപ്പോൾ ഇതാണ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. 2 നിന്ന് 2' എത്തിക്കുന്നു. ഇനി 2' എന്ന് പറയുന്ന ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. ഇപ്പോൾ 2' ആ കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റ് വേപ്പറിനെ നമ്മൾ സാറ്റുറേറ്റഡ് ലിക്വിഡാക്കി മാറ്റണം. അപ്പോൾ 2' to 3 എന്ന് പറയുന്നതാണ് ഫേസ് ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഫേസ് ചേഞ്ച് നടക്കണമെങ്കിൽ നമ്മൾ അവിടെ ഏത് ഹീറ്റ് റിമൂവ് ചെയ്യണം? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്ന ഹീറ്റ് റിമൂവ് ചെയ്യണം. അപ്പോൾ 2 to 2' നമ്മൾ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് റിമൂവ് ചെയ്യുന്നു. 2' to 3 ലേറ്റൻറ്റ് ഹീറ്റ് റിമൂവ് ചെയ്യുന്നു. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 to 2' ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ ടെമ്പറേച്ചർ ഡിക്രീസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ 2' ആ 2' നിന്ന് ആ 2 നിന്ന് 2' വരാൻ നേരത്ത് എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ കുറയുന്നു. കാരണം പോയിന്റ് 2ഉം പോയിന്റ് 2' വേപ്പർ കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേപ്പറിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. എന്നാൽ പോയിന്റ് 2' തൊട്ട് പോയിന്റ് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അതായത് T3 ഈക്വൽ ടു T2' ആണ്. അതിന് കാരണം ഇവിടെ ഫേസ് ചേഞ്ച് ആണ് നടക്കുക. 2' നിന്ന് 3 കണ്ടൻസർ ആ റെഫ്രിജറന്റിനെ എത്തിക്കുമ്പോൾ 2' എന്ന സാറ്റുറേറ്റഡ് വേപ്പർ 3 എന്ന് പറയുന്ന സാറ്റുറേറ്റഡ് ലിക്വിഡായി മാറുന്നു. അതായത് വേപ്പർ ടു ലിക്വിഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. അത് അവിടെ ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ടാണ് അവിടെ ഈ ഒരു പോർഷൻ അവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ കണ്ടൻസറിൽ നടക്കുന്ന ഈ 2 to 3 പ്രോസസ്സ് ഫുള്ള് ഐസോബാറിക്കാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. കണ്ടൻസർ 2 ഹീറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറയുന്നത്. ആ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് റിമൂവ് ചെയ്യുമ്പോഴാണ് പോയിന്റ് 2 നിന്ന് 2' എത്തുന്നത്. പോയിന്റ് 2 നിന്ന് 2' എത്തുന്നത്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ 2' സാറ്റുറേറ്റഡ് വേപ്പർ സാറ്റുറേറ്റഡ് ലിക്വിഡ് കണ്ടീഷനിലേക്ക് എത്തുന്നു. അതായത് പോയിന്റ് 3 ആണ് സാറ്റുറേറ്റഡ് ലിക്വിഡ്. അപ്പോൾ അവിടെ റിമൂവ് ചെയ്യുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഇനി നമ്മൾ ആ 2 to 3 എടുക്കുകയാണെങ്കിൽ 2 to 3 പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോബാറിക്കാണ്. കാരണം അത് ഫുള്ള് കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സാണ്, ഐസോബാറിക്കാണ്. എന്നാൽ 2' to 3 എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമാണ് ഐസോതെർമൽ. അതിന് കാരണം 2' to 3 ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നു. 2 to 2' എന്ന് പറയുന്ന ഐസോതെർമൽ അല്ല, അവിടെ ടെമ്പറേച്ചറിന് ഡിക്രീസ് ഉണ്ടാകുന്നു. TS ഡയഗ്രത്തിൽ നമുക്കത് മനസ്സിലാകും. T2 ഗ്രേറ്റർ ദാൻ T2'. അപ്പോൾ അതാണ് കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരു സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ എടുത്താൽ അതിൽ കണ്ടൻസർ അതിൻ്റെ ഫുൾ പ്രോസസ്സ് നടക്കുന്നത് ഒരൊറ്റ പ്രഷറിലും, ഇവാപ്പറേറ്ററിലെ പ്രോസസ്സ് നടക്കുന്നത് ഒരു പ്രഷറിലുമാണ്. സോ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് 2 പ്രഷർ ലിമിറ്റിലാണ്. ഒരു ഹയർ പ്രഷർ ഉണ്ട്, അതിനെ നമ്മൾ കണ്ടൻസർ പ്രഷർ എന്ന് വിളിക്കുന്നു. ഒരു ലോവർ പ്രഷർ ഉണ്ട്, നമ്മൾ അതിനെ ഇവാപ്പറേറ്റർ പ്രഷർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി we discuss process 1 to 2 and 2 to 3. That is compression process and condensation process. Then the next process is process 3 to 4 expansion process. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴും അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഐസെന്താൽപിക് എക്സ്പാൻഷൻ എന്ന് പറയും. മീൻസ് 3 to 4 എൻതാൽപ്പി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, 3 to 4 pH ഡയഗ്രം നോക്കുകയാണെങ്കിൽ 3ലെയും 4ലെയും എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആണ്. നേരത്തെയുള്ള സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇവിടെ H3യും H4 ഈക്വലാണ്. പിന്നെ 4 എന്ന് പറയുന്നത് വെറ്റ് വേപ്പർ റീജിയനിലാണ് വരുന്നത്. അതിന് കാരണം എക്സ്പാൻഷനിൽ കുറച്ച് ലിക്വിഡ് വേപ്പറൈസ് ആയി പോകുന്നു. അപ്പോൾ നമ്മൾ TS ഡയഗ്രം നോക്കിയാലും 3 to 4 എന്ന് പറയുന്ന ഈ ഒരു നേച്ചർ ആയിരിക്കും കർവ് വരിക.
അങ്ങനെ 4-ലെത്തി. ഈ 4 എന്ന് പറയുന്നതാണ് എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ ഇൻലെറ്റ്. അപ്പോൾ 4 എന്ന് പറയുന്ന ഇവാപ്പറേറ്ററിൻ്റെ ഇൻലെറ്റിലുള്ള റെഫ്രിജറൻ്റ് കണ്ടീഷനാണ് 0.4. ഇനി 0.4 കണ്ടീഷനുള്ള റെഫ്രിജറൻ്റ് ഇവാപ്പറേറ്ററിൽ കൂടെ കടന്നുപോയി 0.1 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു. 0.1 എന്താണ്? സാറ്റുറേറ്റഡ് വേപ്പർ. സോ ഇവിടെ ഈ വെറ്റ് വേപ്പർ സാറ്റുറേറ്റഡ് വേപ്പർ ആകുമ്പോൾ ആകണമെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യണം. ആ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, അല്ലെങ്കിൽ ജസ്റ്റ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഈ വെറ്റ് വേപ്പർ ഈ കാണുന്ന സാറ്റുറേറ്റഡ് വേപ്പറായി മാറുന്നത് ലേറ്റന്റ് ഹീറ്റ് അബ്സോർബ് ചെയ്താണ്. അപ്പോൾ ഇവിടുന്ന് ലേറ്റന്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഏത് സ്പേസ് ആണോ നമുക്ക് കൂൾ ചെയ്യേണ്ടത് ആ സ്പേസിൽ നിന്ന് അത് റെഫ്രിജറന്റ് വേപ്പർ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവാപ്പറേറ്ററിലെ പ്രോസസ്സും നമ്മൾ പറഞ്ഞു. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവാപ്പറേറ്ററിലെ ആ പ്രോസസ്സ് അത് പ്രോസസ് 4-1 ആണ്. അത് ഐസോബാറിക് ആണ്. അതോടൊപ്പം തന്നെ പ്രോസസ് 4-1 ഐസോതെർമലാണ്. കാരണം 4-1 ഫേസ് ചേഞ്ച് ആണ് നടക്കുന്നത്. 4 വെറ്റ് വേപ്പർ മീൻസ് ലിക്വിഡ് പ്ലസ് വേപ്പറാണ്. മോസ്റ്റ്ലി ലിക്വിഡ് ആയിരിക്കും. അത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. അതുമൂലം വേപ്പറായി 100% വേപ്പർ, അതായത് ഡ്രൈനസ് ഫ്രാക്ഷൻ X=1 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നു. സോ പ്രോസസ് 4-1 ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ട് അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് pH ഡയഗ്രാം, TS ഡയഗ്രാം. ഇനി ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 1 വെറ്റ് വേപ്പർ റീജിയനിലാണെങ്കിൽ ജസ്റ്റ് 2-1 എന്ന് പറയുന്ന ആ ഒരു ലൈൻ ഇവിടുന്ന് ഇങ്ങനെയായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും അത് പോവുക. ഇനി അതല്ല 1 എന്ന് പറയുന്നത് കുറച്ചുകൂടെ മാറിയാണ് വരുന്നതെങ്കിൽ, അതായത് ഒരു സൂപ്പർ ഹീറ്റഡ് റീജിയൻ ആണ് വരുന്നതെങ്കിൽ 1-2 എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരിക. അപ്പോൾ അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഹിയർ ഈസ് ദ സ്കീമാറ്റിക് ഓഫ് സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. 1-2 compression, 2-3 condensation process, 3-4 expansion process and process 4-1 evaporation. ഇവിടെ അതേ ഡയഗ്രം തന്നെ, അതിൻ്റെ TS ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. 1-2 ഐസെൻട്രോപ്പിക് ആണ്. ദെൻ 2-3 എന്ന് പറയുന്നത് ഐസോബാറിക് ആണ്. അവിടെ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് റിമൂവ് ചെയ്യുന്നു, ലേറ്റന്റ് ഹീറ്റ് റിമൂവ് ചെയ്യുന്നു. ദെൻ 3-4 എന്ന് പറയുന്നത് ഐസെന്താൽപിക് ആണ്. ദെൻ അഗെയിൻ 4-1 എന്ന് പറയുന്നത് ഐസോതെർമൽ ഓർ ഐസോബാറിക് ഹീറ്റ് അബ്സോർപ്ഷൻ. അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു QL, അവിടെ ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നു. ഇനി സെയിം PV ഡയഗ്രാം അതും നമ്മൾ കണ്ടതാണ്. pH ഡയഗ്രാം അതും നമ്മൾ കണ്ടതാണ്. അതിൽ ഓർത്തിരിക്കേണ്ട കാര്യം 3-4 എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആണ്. അതോടൊപ്പം തന്നെ കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സ് എല്ലാം ഒരൊറ്റ പ്രഷറിലാണ് നടക്കുന്നത്. ഇവാപ്പറേറ്ററിൽ നടക്കുന്ന പ്രോസസ്സ് എല്ലാം ഒരൊറ്റ പ്രഷറിലാണ്. അപ്പോൾ ഈ പ്രഷറിനെ, ഹൈ പ്രഷറിനെ കണ്ടൻസർ പ്രഷർ എന്നും ഇവാപ്പറേറ്ററിലെ പ്രഷറിനെ ഇവാപ്പറേറ്റർ പ്രഷർ അല്ലെങ്കിൽ ലോ പ്രഷർ എന്ന് നമ്മൾ വിളിക്കും. ഇവിടെ നമ്മൾ വർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഈ പറയുന്ന കംപ്രസറിലേക്കായിരിക്കും. Then process 1-2 isentropic compression process. Here the process is isentropic, so entropy remains constant and compressor compress the refrigerant from evaporator pressure to condenser pressure. Pressure and temperature increases. Then the inlet condition to the compressor, that is low pressure, low temperature, dry saturated refrigerant vapor. Here we take dry saturated refrigerant vapor. Then compressor exit, it will be a superheated vapor refrigerant, so 100% vapor. Next, എൻതാൽപ്പി അറ്റ് 0.1 ആൻഡ് 0.2. നമുക്കറിയാം 0.1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു കേസിൽ എടുത്തിരിക്കുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാണ്. സോ H1 നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും, H1 = Hg1. കാരണം G കറസ്പോണ്ട്സ് ടു വേപ്പർ, F കറസ്പോണ്ട്സ് ടു ലിക്വിഡ്. സോ H1 നമുക്കിങ്ങനെ എഴുതാം, Hg1 = എൻതാൽപ്പി ഓഫ് ദ റെഫ്രിജറന്റ് അറ്റ് 0.1. അപ്പോൾ നമുക്ക് ഇവാപ്പറേറ്ററിലെ ആ ഫുൾ പ്രോസസ്സ് നടക്കുന്നത് ഏത് ടെമ്പറേച്ചറിലാണ് അല്ലെങ്കിൽ ഏത് പ്രഷറാണ് തന്നാൽ കറസ്പോണ്ടിങ് നമുക്ക് ഡേറ്റാ ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ H1 എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി
H2 എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 2. അപ്പോൾ പോയിൻ്റ് 2 എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ എൻതാൽപ്പി കാണണമെങ്കിൽ വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യണം. കാരണം നമ്മൾ 2 നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 2 എടുക്കുന്നു. 2 എന്ന് പറയുന്ന ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. 2 എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. അപ്പോൾ 2 to 2 ഈ ഒരു കേസിൽ 2 എൻതാൽപ്പി എന്ന് പറയുന്നത് 2 എത്രമാത്രം എൻതാൽപ്പി ഉണ്ടോ, ഓക്കെ, അതേ പ്ലസ് സി പി ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. നമുക്ക് ഇക്വേഷൻ നോക്കാം. H2 എൻതാൽപ്പി അറ്റ് പോയിന്റ് 2, H2 ഈസിക്കൽ ടു H2 എൻതാൽപ്പി അറ്റ് 2 നമുക്കറിയാം അത് സാറ്റുറേറ്റഡ് വേപ്പറാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് ആ H2 ഇങ്ങനെ എഴുതാം, Hg2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2 എത്ര എൻതാൽപ്പി ഉണ്ടോ അതാണ് Hg2 പ്ലസ് പിന്നെ 2 ഒരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടായി. എങ്ങോട്ട്? 2 സോ 2 to 2 ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായി. ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത് ശരിയല്ല, കാരണം ഇത് കണ്ടൻസർ ആയതുകൊണ്ട് തന്നെ 2 എത്തിക്കുന്നത്. അപ്പം നമ്മൾ 2 എൻതാൽപ്പി എന്ന് പറയുന്നത് 2 എൻതാൽപ്പി പ്ലസ് ഇവിടെയുള്ള MCP ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. കാരണം ഇവിടെ ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവിടെ ഫേസ് ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. 2 ഉള്ളത് വേപ്പർ ആയതുകൊണ്ട് തന്നെ അവിടെ എത്രമാത്രമാണ് എൻതാൽപ്പിക്ക് ഉണ്ടാകുന്ന ഇൻക്രീസ്, അല്ലെങ്കിൽ എത്ര എൻതാൽപ്പി ഇൻക്രീസ് ഉണ്ടായി എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് MCP ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. സോ H2 എൻതാൽപ്പി എന്ന് പറയുന്നത് H2 എൻതാൽപ്പി എത്രയാണോ പ്ലസ് CP ഇൻറ്റു T2 മൈനസ് T2 അപ്പോൾ അതാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുക. H2 ഈസിക്കൽ ടു Hg2 പ്ലസ് CP ഇൻറ്റു T2 മൈനസ് T2. ഓക്കെ, ദെൻ H2 എന്ന് പറയുന്നത് എൻതാൽപ്പി അറ്റ് പോയിന്റ് 2 ആണ്. അത് നമുക്കറിയാം, പോയിന്റ് 2 റെഫ്രിജറൻ്റിൻ്റെ കണ്ടീഷൻ സാറ്റുറേറ്റഡ് വേപ്പറാണ്. അതുകൊണ്ട് തന്നെ H2 നമുക്ക് Hg2 എന്ന് വിളിക്കാം. ദെൻ 1 to 2 പ്രോസസ്സിലാണ് നമ്മൾ വർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുക. സോ എത്ര എമൗണ്ട് നമ്മൾ വർക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു കംപ്രസറിന് വേണ്ട? WC ഈസിക്കൽ ടു H2 മൈനസ് H1. അതിൽ H2 നമ്മൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. H1 എന്ന് പറയുന്ന Hg1 ഡയറക്റ്റ് നമുക്ക് റെഫ്രിജറേറ്റർ ടേബിളിൽ നിന്ന് കിട്ടും. സോ H2 മൈനസ് Hg1 ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്ത വർക്ക്. നെക്സ്റ്റ് ഈസ് ദ process 2 to 3, that is condensation process. Here the process is isobaric heat rejection. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ് എന്ന് ഓർക്ക് 2 to 3, ബട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു പോർഷനേ ഉള്ളൂ, അത് 2 to 3 ആണ്. 2 to 3 എന്ത് സംഭവിക്കുന്നു? ഫേസ് ചേഞ്ച് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് 2 to 3 ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എനിവേ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഇവിടെ നമ്മൾ 2 ഹീറ്റ് റിമൂവ് ചെയ്യണം. സൂപ്പർ ഹീറ്റ് ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് റിമൂവ്ഡ്. 2 അച്ചീവ് ചെയ്യാൻ എത്ര എമൗണ്ട് ഹീറ്റ് റിമൂവ് ചെയ്യുന്നു അതാണ് സൂപ്പർ ഹീറ്റ് ഓർ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. ഇനി 2 ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറിനെ 3 എന്ന് പറയുന്ന സാറ്റുറേറ്റഡ് ലിക്വിഡ് ആക്കാൻ കണ്ടൻസർ എത്രമാത്രം ഹീറ്റ് റിമൂവ് ചെയ്യുന്നു അതാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ ഈ 2 to 3 എന്ന് പറയുന്നത് ഐസോബാറിക് ആണ്. അവിടെ നമ്മൾ സൂപ്പർ ഹീറ്റ് റിമൂവ് ചെയ്യുന്നു, ലേറ്റൻറ്റ് ഹീറ്റും റിമൂവ് ചെയ്യുന്നു. ദെൻ ഇവിടെയുള്ള ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോസസ്സ് 2 to 3 ആണ്. അവിടെ ഫേസ് ചേഞ്ച് സംഭവിക്കുന്നു. അവിടെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനാണ്. സോ കണ്ടൻസർ 2 എന്ന കണ്ടീഷനിലുള്ള റെഫ്രിജറന്റിനെ 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി കണ്ടൻസർ 2 ഹീറ്റ് റിമൂവ് ചെയ്യുന്നു, ഒരു സൂപ്പർ ഹീറ്റിനെ റിമൂവ് ചെയ്തുകൊണ്ട് റെഫ്രിജറന്റിനെ 2 എത്തിക്കുന്നു. ദെൻ 2 3 എത്തിക്കാൻ ലേറ്റൻറ്റ് ഹീറ്റ് റിമൂവ് ചെയ്യുന്നു.
ഇനി ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് കണ്ടീഷൻ ആണ്. കണ്ടൻസറിൻ്റെ ഇൻലെറ്റിൽ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ, സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. കണ്ടൻസറിൻ്റെ എക്സിറ്റ് വരുന്നത് ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും കണ്ടൻസറിൻ്റെ ഇൻലെറ്റ് അവിടെയുള്ളത് കണ്ടീഷൻ 0.2 ആണ്, കണ്ടൻസറിൻ്റെ എക്സിറ്റ് 0.3 ആണ്. ബട്ട് 2 ടെമ്പറേച്ചർ ആസ് കമ്പയർഡ് ടു 3 കുറച്ച് കൂടുതലാണ്. കാരണം 2' 3 ആ 2 പോയിലെ ടെമ്പറേച്ചറും ഈക്വൽ ആണ്. ബട്ട് 2 ടെമ്പറേച്ചർ കുറച്ച് ഹൈ ആണ്. എന്നിരുന്നാൽ തന്നെയും ആസ് കമ്പയർഡ് ടു ഇവാപ്പറേറ്റഡ് ടെമ്പറേച്ചർ 0.3 ടെമ്പറേച്ചറും 0.2 ടെമ്പറേച്ചറും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ടൻസറിൻ്റെ എക്സിറ്റിൽ 0.3 നമ്മൾ ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ എന്ന് തന്നെ പറയാൻ കാരണം 0.2 ഹൈ ആണ്, 0.3 ഹൈ ആണ്. ഫോർ എക്സാമ്പിൾ 0.3 മീൻസ് T3 ഈക്വൽ ടു T2' ഈക്വൽ ടു ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ T2 0.2 ടെമ്പറേച്ചറായ T2 എന്ന് പറയുന്നത് മേ ബി ഒരു 55 ഓർ 56 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. എന്നിരുന്നാലും ഈ കണ്ടൻസറിലുള്ള എൻ്റയർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറാണ് ആസ് കമ്പയർഡ് ടു ഇവാപ്പറേറ്റർ. നെക്സ്റ്റ് 0.2 3 എൻതാൽപ്പിയാണ്. H2 എൻതാൽപ്പി നമുക്കറിയാം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Hg2' പ്ലസ് Cp ഇൻറ്റു T2 മൈനസ് T2'. ഇവിടെ നിങ്ങൾ ക്ഷമിക്കണം, ഇവിടെ ഒരു 2' ഇല്ല, അത് ഇടയ്ക്ക് വന്ന് കയറിയതാണ്. അങ്ങനെ ഒരു 2' ഇവിടെ ഇല്ല എന്ന് ഓർക്കുക. ഇക്വേഷൻ H2 ഈക്വൽ ടു Hg2' പ്ലസ് Cp ഇൻറ്റു T2 മൈനസ് T2' ഉള്ളൂ. ഈ 2' ഇല്ല, കാരണം നമുക്ക് നേരത്തെ ഇക്വേഷനിൽ ഓർക്കുക, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 2' എന്ന് പറയുന്നത് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന് ഓർക്കുക. ദെൻ എൻതാൽപ്പി അറ്റ് 0.3 സാറ്റുറേറ്റഡ് ലിക്വിഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ എൻതാൽപ്പി എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് റെഫ്രിജറൻ്റ് ഡാറ്റാ ബുക്കിൽ നിന്ന് കിട്ടും. H3 ഈക്വൽ ടു HF3. എഫ് വരാൻ കാരണം 0.3 ലിക്വിഡാണ്, സാറ്റുറേറ്റഡ് ലിക്വിഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ HF3 എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് എൻതാൽപ്പി അറ്റ് 0.3. ഇനി ഈ 2 to 3 പ്രോസസ്സിലാണ് ഹീറ്റ് റിജക്ഷൻ നടക്കുക. അപ്പോൾ ആ എത്ര എമൗണ്ട് ഹീറ്റാണ് റിജക്റ്റ് ചെയ്തത്, അത് QH ഓർ QR ആണ്, ഈക്വൽ ടു H2 മൈനസ് H3. അപ്പോൾ H2 മൈനസ് അതിനെ HF3 എന്ന് വിളിക്കാം. ഇപ്പോൾ ഇത്രയും എമൗണ്ട് ഹീറ്റാണ് കണ്ടൻസർ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഹീറ്റ് റിമൂവ് ചെയ്തിട്ടാണ് 0.2 സൂപ്പർ ഹീറ്റഡ് റെഫ്രിജറൻ്റ് വേപ്പറിനെ 0.3 എന്ന് പറയുന്ന സാറ്റുറേറ്റഡ് ലിക്വിഡ് കണ്ടീഷനിലേക്ക് മാറ്റുക. നെക്സ്റ്റ് പ്രോസസ് 3 to 4. പ്രോസസ് 3 to 4 എന്ന് പറയുന്നത് ഐസെൻതാൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അത് എക്സ്പാൻഷൻ വാൽവിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പാൻഷൻ വാൽവ്. അപ്പോൾ പ്രോസസ് 3 to 4 ഐസെൻതാൽപിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് H3 ഈക്വൽ ടു H4 എന്ന് എഴുതാം. ഓൾറെഡി H3 ഈക്വൽ ടു HF3 ആണ്. സോ H3 ഈക്വൽ ടു HF3 ഈക്വൽ ടു H4. അപ്പോൾ ഈ എക്സ്പാൻഷൻ വാൽവാണ് ശരിക്കും ഈ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ റെഫ്രിജറൻ്റ്, ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ റെഫ്രിജറൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ ഇവാപ്പറേറ്റർ, ഈ എക്സ്പാൻഷൻ വാൽവ് എന്ത് ചെയ്യുന്നു, റെഫ്രിജറൻറ്റിനെ കണ്ടൻസർ പ്രഷർ ചെയ്യുന്ന ലോ പ്രഷറായിട്ടുള്ള ഇവാപ്പറേറ്റർ പ്രഷറിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഈ എക്സ്പാൻഷൻ പ്രോസസ്സിൽ പ്രഷറും ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യുന്നു. ഇനി എക്സ്പാൻഷൻ വാൽവിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റുമാണ്. എക്സ്പാൻഷൻ വാൽവിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, സാറ്റുറേറ്റഡ് ലിക്വിഡാണ്. എക്സ്പാൻഷൻ വാൽവിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ, ലോ പ്രഷർ, വെറ്റ് വേപ്പർ റെഫ്രിജറൻ്റ് ആണ്. മീൻസ് മിക്സ്ചർ ഓഫ് ലിക്വിഡ് ആൻഡ് വേപ്പർ റെഫ്രിജറൻ്റ്. വെറ്റ് വേപ്പർ വരാൻ കാരണം എക്സ്പാൻഷനിൽ കുറച്ച് ലിക്വിഡ് വേപ്പറൈസ് ആയി പോകുന്നതാണ്. ഇനി ലാസ്റ്റ് പ്രോസസ്സാണ് പ്രോസസ് 4 to 1. ഈ പ്രോസസ് 4 to 1 നമ്മുടെ റെഫ്രിജറേഷൻ എഫക്റ്റ് നടക്കുക. കാരണം 4 to 1 എന്ന് പറയുന്ന പ്രോസസ്സ് ഇവാപ്പറേറ്ററിൽ നടക്കുന്നു. ഇവാപ്പറേറ്റർ ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ അല്ലെങ്കിൽ വെറ്റ് വേപ്പർ കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റിനെ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു, പ്യുവർ വേപ്പറിലേക്ക് അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പറിലേക്ക് മാറ്റുന്നു. എങ്ങനെ? ബൈ അബ്സോർബിങ് ഹീറ്റ് ഫ്രം ദ റെഫ്രിജറേറ്റഡ് സ്പേസ്.
നമുക്ക് വായിക്കാം. പ്രോസസ് 4-1 ഐസോബാറിക് ആണ്, ഐസോതെർമലാണ്. അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു ഫ്രം ദ റെഫ്രിജറേറ്റർ സ്പേസ്. ഏത് സ്പേസാണോ നമുക്ക് കൂൾ ചെയ്യേണ്ടത് ആ സ്പേസിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ ഇവാപ്പറേഷൻ പോസിബിൾ ആക്കുക. അപ്പോൾ നമ്മൾ ഡയഗ്രത്തിൽ TS ഡയഗ്രവും PH ഡയഗ്രവും നോക്കുകയാണെങ്കിൽ പ്രോസസ് 4-1 ഐസോതെർമലുമാണ്, അതുപോലെ തന്നെ ഐസോബാറിക് ആണ്. ഐസോതെർമൽ ആകാൻ കാരണം ഫേസ് ചേഞ്ച് നടക്കുന്നതുകൊണ്ടാണ്. ഇനി ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവാനുള്ള കാരണം ഡ്യൂ ടു ഫേസ് ചേഞ്ച്. ഇവിടെ നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ വെറ്റ് വേപ്പറിനെ സാറ്റുറേറ്റഡ് വേപ്പർ ആക്കാൻ വേണ്ടി ലേറ്റൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. എവിടുന്ന്? ഏത് സ്പേസ് ആണോ കൂൾ ചെയ്യേണ്ടത് അവിടുന്ന് അബ്സോർബ് ചെയ്യുന്നു. ഇനി ഇവാപ്പറേറ്ററിൻ്റെ ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് കണ്ടീഷനാണ്. ഇവാപ്പറേറ്ററിൻ്റെ ഇൻലെറ്റിൽ ലോ ടെമ്പറേച്ചർ, ലോ പ്രഷർ, വെറ്റ് റെഫ്രിജറൻ്റ് ആണ്. ദെൻ ഇവാപ്പറേറ്ററിൻ്റെ ഔട്ട്ലെറ്റിൽ ലോ ടെമ്പറേച്ചർ, ലോ പ്രഷർ, ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. അപ്പോൾ നമ്മളിവിടെ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ എടുത്തു. ഇനി ഇവാപ്പറേറ്റർ എക്സിറ്റിൽ വെറ്റ് വേപ്പർ വരാം, മേ ബി സൂപ്പർ ഹീറ്റ് വേപ്പർ വരാം. അത് ഡിപ്പെൻസ് ആണ്, ക്വസ്റ്റിനെ ആശ്രയിച്ചിരിക്കും അത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര എമൗണ്ട് ഹീറ്റാണ് ഈ ഇവാപ്പറേറ്റർ അബ്സോർബ് ചെയ്യുന്നു. കാരണം COP കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എത്ര എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് കാണണം. അപ്പോൾ അതിന് നമുക്ക് 0.4ലെയും 0.1ലെയും എൻതാൽപ്പി കാണണം. അത് രണ്ടും നമുക്ക് ഡയറക്റ്റ് ഡേറ്റ ടേബിളിൽ നിന്ന് കിട്ടും. കാരണം H4ലെ എൻതാൽപ്പി ഈക്വൽ ടു H3 ആണ്. H3ലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് HF3 ആണ്. ആ 0.3ലെ സാറ്റുറേറ്റഡ് ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ്. അപ്പോൾ അത് ഡയറക്റ്റ് കിട്ടും. ഇനി H1 എന്ന് പറഞ്ഞാലോ 0.1 നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് സാറ്റുറേറ്റഡ് വേപ്പർ ആയിട്ടാണ്. സോ 0.1ൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാറ്റുറേറ്റഡ് വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് H1ലെ എൻതാൽപ്പി ഈക്വൽ ടു Hg1. ദെൻ ഹീറ്റ് അബ്സോർബ്, എത്ര എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. QL ഓർ QA ഈക്വൽ ടു H1 മൈനസ് H4. അപ്പോൾ അതിനെ നമുക്ക് H1നെ Hg1 എന്ന് എഴുതാം, H4നെ HF3 എന്നും എഴുതാം. സോ ഇത്രയും എമൗണ്ട് ഹീറ്റാണ് നമുക്ക് ഏത് സ്പേസ് ആണോ കൂൾ ചെയ്യേണ്ടത് അവിടുന്ന് അബ്സോർബ് ചെയ്യുന്നത്. ഇനി COP നമുക്കറിയാം. COP ഈക്വൽ ടു റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. ഇവിടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 0.4 to 1 പ്രോസസ്സിലെ ആ എൻതാൽപ്പി ഡിഫറൻസ്, എൻതാൽപ്പിക്ക് ഉണ്ടായ വേരിയേഷൻ, അതായത് H1 മൈനസ് H4 ഡിവൈഡ് ബൈ വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ കംപ്രസറിൽ നമ്മൾ കൊടുത്ത ഇൻപുട്ട്, അത് പ്രോസസ് 1 to 2 ആണ്. സോ H2 മൈനസ് H1. അപ്പോൾ അതാണ് നമ്മുടെ COP. ഇനി H1നെ Hg1 എന്ന് എഴുതാം, H4നെ HF3 എന്ന് എഴുതാം, H2നെ H2 ആയിട്ട് തന്നെ എഴുതാം, H1നെ Hg1. സോ നമുക്ക് COP ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. താങ്ക് യു.